ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തമിഴ്നാട് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടക, ആന്ധ്ര, തെലങ്കാന സർക്കാരുകൾ പ്രതിനിധികളെ അയക്കില്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്. ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിരുന്നു, പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ പങ്കെടുക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? രോഹിണി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇന്നലെ പമ്പയിൽ വാർത്താ സമ്മേളനം നടന്ന വേളയിൽ മന്ത്രി VN വാസവൻ, ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, കേരളത്തിന് പുറത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഔദ്യോഗിക പ്രതിനിധികൾ ഉണ്ടാകും, അവരെ ക്ഷണിച്ചിരുന്നുവെന്ന്. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഔദ്യോഗികമായിട്ട് ക്ഷണമുണ്ടായിരുന്നു. അവിടെ നിന്നും ഔദ്യോഗിക പ്രതിനിധികളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള നാളത്തെ കാര്യപരിപാടിയുടെ നോട്ടീസിൽ നോക്കുമ്പോഴാണ് ആ കാര്യം വ്യക്തമാകുന്നത്. അതായത് തമിഴ്നാട് ഒഴിച്ച് ബാക്കി ഒരു സംസ്ഥാനത്തിൻ്റെയും പ്രാതിനിധ്യം ആ ഒരു മഹാസംഗമത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് 2 മന്ത്രിമാർ, കേരളത്തിന് പുറത്തുനിന്നുള്ള 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അവർ 2 പേരും തമിഴ്നാട് മന്ത്രിമാർ തന്നെയാണ്. തമിഴ്നാട് HR&CE വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ PK ശേഖർ ബാബു, അതോടൊപ്പം തന്നെ IT വകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ എന്നിങ്ങനെയുള്ള 2 മന്ത്രിമാർ മാത്രമാണ്. ബാക്കി പ്രത്യേക ക്ഷണിതാക്കളായിട്ട് താഴേക്ക് പങ്കെടുക്കുന്ന ലിസ്റ്റ് നോക്കുമ്പോൾ എല്ലാവരും തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്ത് നിന്നും പ്രാതിനിധ്യം കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും സർക്കാരിൻ്റെ അവകാശവാദവും പ്രഖ്യാപനവും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി പൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ക്ഷണത്തെ ഈ സംസ്ഥാനങ്ങളൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണത്തെ നിരസിക്കുന്നു എന്നുള്ള ആ കാര്യം തന്നെ ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ സംഗമത്തിലേക്ക് ആളെ കൂട്ടുന്നതിനുള്ള നടപടികൾ പല വിധത്തിൽ സർക്കാർ ആ രീതിയിൽ തീരുമാനിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ അവകാശപ്പെടുന്നത് പോലെ ഇങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഈ സംഗമത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. എന്തായാലും പ്രത്യേക അതിഥികളും പ്രത്യേക ക്ഷണിതാക്കൾ പോലും ആ രീതിയിൽ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നില്ല. പല ഹൈന്ദവ സമുദായങ്ങളും സംഘടനകളും അതോടൊപ്പം തന്നെ ഹൈന്ദവ നേതാക്കളും അടക്കം ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനൊക്കെ തന്നെ കാരണം സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് അവർ പറയുന്നത് പോലെ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പലരും ഈ ക്ഷണം നിരാകരിക്കുകയുണ്ടായത് സർക്കാരിന്. എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ കൂടി, മറ്റ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ കൂടി ഔദ്യോഗികമായിട്ടുള്ള ക്ഷണത്തെ നിരാകരിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായാലും കേരള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാട് പൊള്ളയാണ് എന്നുള്ള കാര്യം അവർക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവരുടെ ആ ഒരു നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും തന്നെ പ്രതിനിധികളില്ല. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ 2 മന്ത്രിമാർ മാത്രമാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.